CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ നിന്ന് ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 വരെയാണ് പൊതുദർശനം. തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ഡൽഹി എയിംസിന് വിട്ടുനൽകും. ബസന്തുണ്ട് യെച്ചൂരിയുടെ വസതിയിൽ നിന്നും. ബാലഗോപാൽ നമുക്കൊപ്പമുണ്ട്. ബാലഗോപാൽ, രാവിലെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ടോ? ഇന്നലെ രാത്രി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ കോരിച്ചൊരിയുന്ന മഴയാണ്, അതിൽ പോലും അതിനെ വകവയ്ക്കാതെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ വീട്ടിലേക്കും ആളുകൾക്കൊരു പൊതുദർശനത്തിലുള്ള സൗകര്യം വീട്ടിലുണ്ടോ? കൃത്യമായ സമയക്രമം പാലിച്ച് തന്നെ AKG ഭവനിലേക്ക് കൊണ്ടുപോകുന്നു. ദിവേഷ്, യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസന്തകുഞ്ചിലെ വീട്ടിലാണ് വച്ചിരിക്കുന്നത്. അവിടെ ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ CPMൻ്റെ മുതിർന്ന നേതാക്കൾ എന്നിവർക്കാണ് സൗകര്യമൊരുക്കിയിരുന്നത്. ഇന്നലെ രാത്രി മുതൽ നൂറുകണക്കിന് പേരായിരുന്നു ഇവിടെ എത്തിയിരുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഭൗതിക ശരീരം ഇവിടെ വസന്തകുഞ്ചിൽ നിന്ന് ഡൽഹിയിലെ AKG ഭവനിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഡൽഹിയിൽ രാവിലെ കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്നതിൽ നിന്നും അല്പം നേരത്തെ മൃതദേഹം ഇവിടെ നിന്ന് ഈ AKG ഭവനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ നിശ്ചയിച്ചിരുന്നത് രാവിലെ 9:30 ഇവിടെ നിന്ന് ഈ മൃതദേഹം എടുക്കുകയും തുടർന്ന് ആ മൃതദേഹം AKG ഭവനിലേക്ക് കൊണ്ടുപോകും എന്നും ആയിരുന്നു. എന്നാൽ ഈ മഴ ഉള്ളതിനാൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഗതാഗത നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ തടസ്സമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു 9 മണിയോടുകൂടി തന്നെ യെച്ചൂരിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഡൽഹിയിലെ AKG ഭവനിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. രാവിലെ 11 മണി മുതൽ 3 മണി വരെ AKG ഭവനിലാണ് ഈ പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർക്കൊക്കെ അവിടെ ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ CPMൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ യെച്ചൂരിയുടെ വസതിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ എത്തിച്ചേർന്നിട്ടുണ്ട്. രാജ്യസഭാ അംഗം ഡോക്ടർ V ശിവദാസനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പ്രകാശ് കരാട്ട് കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൗതിക ശരീരം ഇവിടെ നിന്ന് AKG ഭവനിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരൊക്കെ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ ഇവിടെ ഈ വസതിയിലെത്തിയായിരുന്നു യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. AKG ഭവനിലെത്തുന്ന കൊണ്ടുപോകുന്ന ഭൗതിക ശരീരം അവിടെ പാർട്ടി നേതാക്കൾ ഏറ്റുവാങ്ങുകയും തുടർന്ന് അവിടെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഈ വേദിയിൽ ഈ മൃതദേഹം പൊതുദർശനത്തിനായി വയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും. വൈകിട്ട് 3 മണി വരെയാണ് പൊതുദർശനത്തിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. തുടർന്ന് CPMൻ്റെ പഴയ കേന്ദ്ര കമ്മിറ്റി ഓഫീസായിരുന്ന 14 അശോക റോഡിലേക്ക് വിലാപയാത്രയായി ഈ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതായിരിക്കും. ഈ വാഹനത്തിനെ അനുഗമിച്ചുകൊണ്ട് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി. അതിനുശേഷമാണ് എയിംസിലെ വിദ്യാർത്ഥികൾക്കായി പഠനാവശ്യത്തിനായി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം വിട്ടു നൽകുക. ഇന്നും പൊതുദർശനത്തിന് അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരുപാട് പേർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാലഗോപാലാണ് സീതാറാം യെച്ചൂരിയുടെ വസതിയിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.